കൊച്ചി നഗരത്തിലെ ഒരു ശാന്തമായ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു അനീഷ് താമസിച്ചിരുന്നത്. അവന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. ജോലി, വീട്ടിലേക്ക് മടങ്ങൽ, പിന്നെ നിശബ്ദത. പക്ഷേ അവന്റെ ഫോണിലൊരു നമ്പർ ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാത്തൊരു നമ്പർ. അത് ദിയയുടെ നമ്പരായിരുന്നു. ദിയ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ. അവരെ ആദ്യമായി കണ്ടത് ഒരു ട്രെയിൻ യാത്രയിൽ. ദിയ വിൻഡോ സീറ്റിലിരുന്നു പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാറ്റിൽ അവളുടെ മുടി അലിഞ്ഞു. "ഈ സീറ്റ് ഒഴിവാണോ?" അനീഷ് ചോദിച്ചു. അവൾ ചിരിച്ചു. "അതെ." ആ യാത്രയിൽ അവർ സംസാരിച്ചു. ചെറിയ കാര്യങ്ങൾ, വലിയ ചിരികൾ. ആ ദിവസം അവരുടെ ജീവിതത്തിലെ ഒരു തുടക്കമായിരുന്നു. പിന്നീട് അവർ വീണ്ടും കണ്ടുമുട്ടി. പതിയെ അവരുടെ സൗഹൃദം പ്രണയമായി മാറി. ഫോൺ കോളുകൾ, നീണ്ട രാത്രി സംഭാഷണങ്ങൾ, "നീയില്ലാതെ ഞാൻ കഴിയില്ല" എന്ന വാക്കുകൾ, എല്ലാം വളരെ വേഗത്തിൽ നടന്നുപോയി. പക്ഷേ ഒരു ദിവസം, ഒരു അവസാന കോൾ. "അനീഷ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം," ദിയ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. "എന്താണ്?" അനീഷ് ചോദിച്ചു. "എനിക്ക് പോകണം," അവൾ പറഞ്ഞു. "എവിടെ?" അവൻ ചോദിച്ചു. "ജീവിതം എന്നെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു," അവൾ പറഞ്ഞു. അതവരുടെ അവസാന സംഭാഷണമായിരുന്നു. അതിനുശേഷം നിശബ്ദത. കോളുകളില്ല, മെസ്സേജുകളില്ല. അനീഷ് പലവട്ടം വിളിച്ചു. പക്ഷേ അവളുടെ ഫോൺ എപ്പോഴും ഓഫ്. ദിവസങ്ങൾ മാസങ്ങളായി മാറി. അവൻ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ ഒരു മറുപടിയില്ലാതെ അവസാനിക്കും. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി അവന്റെ ഫോൺ മുഴങ്ങി. അപരിചിത നമ്പർ. അവൻ കോൾ എടുത്തു. "ഹലോ." കുറച്ചു നിമിഷം നിശബ്ദത. പിന്നെ ഒരു പരിചിത ശബ്ദം. "അനീഷ്." അവന്റെ ഹൃദയം നിർത്തിയതുപോലെ തോന്നി. "ദിയ?" അവൻ ചോദിച്ചു. "അതെ," അവൾ പറഞ്ഞു. "എന്തുകൊണ്ട് നീ അപ്രത്യക്ഷമായി?" അവൻ ചോദിച്ചു. അവൾ മൃദുവായി പറഞ്ഞു, "ജീവിതം എന്നെ പരീക്ഷിച്ചു." വൈകുന്നേരം, കോഴിക്കോട് കടൽത്തീരം. തിരകൾ ശബ്ദത്തോടെ കരയിലേക്ക് അടിച്ചു കയറുന്നു. ആകാശം പതുക്കെ ഓറഞ്ച് നിറത്തിൽ മങ്ങുന്നു. അവിടെ ഒറ്റയ്ക്കായി നിൽക്കുകയായിരുന്നു രോഹൻ. അവന് കടൽ ഇഷ്ടമായിരുന്നു. കാരണം അവിടെ അവൻ ഒരാളെ നഷ്ടപ്പെട്ടു. ഐഷ. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കടൽത്തീരത്താണ് അവരെ ആദ്യമായി കണ്ടത്. ഒരു ദിവസം വൈകുന്നേരം രോഹൻ കടൽത്തീരത്ത് നടക്കുമ്പോൾ ഒരു പെൺകുട്ടി മണലിലിരുന്ന് തിരകളെ നോക്കുകയായിരുന്നു. "കടൽ ഇഷ്ടമാണോ?" രോഹൻ ചോദിച്ചു. അവൾ തിരിഞ്ഞു നോക്കി ചിരിച്ചു. "ഇഷ്ടമല്ല, വളരെ ഇഷ്ടമാണ്." അവളുടെ പേര് ഐഷ. ആ ദിവസം അവർ ഏറെ നേരം സംസാരിച്ചു. അതൊരു സാധാരണ സംഭാഷണമായിരുന്നു. പക്ഷെ അത് അവരുടെ ജീവിതത്തിലെ തുടക്കമായിരുന്നു. പിന്നീട് അവർ പലപ്പോഴും കടൽത്തീരത്ത് കാണും. തിരകളുടെ ശബ്ദത്തിനിടയിൽ അവരുടെ കഥ വളർന്നു. ചിരികൾ, നിശബ്ദതകൾ, കൈപിടിച്ച് നടന്ന നിമിഷങ്ങൾ. ഒരു ദിവസം ഐഷ ചോദിച്ചു, "രോഹൻ, ഈ കടൽ ഒരിക്കലും നിർത്തുമോ?" "ഇല്ല," അവൻ പറഞ്ഞു. "അപ്പോൾ നമ്മുടെ കഥയും നിർത്തില്ല." അവൾ ചിരിച്ചു. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ കരുതുന്നതുപോലെ പോകില്ല. ഒരു ദിവസം ഐഷ പറഞ്ഞു, "എനിക്ക് പോകണം." "എവിടെ?" രോഹൻ ചോദിച്ചു. "ദൂരെയായി, ഒരുപാട് ദൂരെയായി," അവൾ പറഞ്ഞു. "തിരികെ വരുമോ?" അവൻ ചോദിച്ചു. ഐഷ മിണ്ടാതിരുന്നു. "എനിക്കറിയില്ല," അവൾ പറഞ്ഞു. അതവരുടെ അവസാന കൂടിക്കാഴ്ചയായിരുന്നു. അതിനുശേഷം ഐഷയെ അവൻ ഒരിക്കലും കണ്ടില്ല. വർഷങ്ങൾ കടന്നുപോയി. പക്ഷെ രോഹൻ ഓരോ വർഷവും അതേ ദിവസം ആ കടൽത്തീരത്ത് വരും. അവൾ തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ. ഒരു ദിവസം വൈകുന്നേരം
മഴ തുടങ്ങാനിരിക്കുകയാണ്. രോഹൻ പതിവുപോലെ അവിടെ നിൽക്കുമ്പോൾ ഒരു ശബ്ദം. കടൽ ഇപ്പോഴും നിർത്തിയില്ലല്ലോ. അവൻ തിരിഞ്ഞു നോക്കി. അതൈഷ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളുടെ കണ്ണുകളിൽ അതേ പ്രകാശം.